السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സാദരം സഭാധ്യക്ഷരെ, സർവാദരണീയരായ ഉസ്താദുമാരെ, ബഹുമാന്യ രക്ഷിതാക്കളെ, സ്നേഹമാകുന്ന അക്ഷയ പൂന്തോപ്പിലെ പുഷ്പസമാനരായ പ്രിയ സഹപാഠികളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരു പ്രവിശാലമായ പ്രഭാഷണം നടത്തി നിങ്ങളെ പ്രബുദ്ധരാക്കുവാൻ ഈയുള്ളവൻ അർഹനല്ല. ആയതിനാൽ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ചെറു പരാമർശം മാത്രം നടത്തി ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം ഇൻഷാ അല്ലാഹ്. റഹ്മത്തുൽ ആലമീൻ എന്നാൽ സർവ്വലോകത്തിനും അനുഗ്രഹം എന്നല്ലേ? സർവ്വലോകാനുഗ്രഹി എന്നാൽ മനുഷ്യവർഗത്തിന് അനുഗ്രഹം എന്നല്ലേ? ജിന്നുവർഗത്തിന് അനുഗ്രഹം എന്നല്ലേ? പക്ഷി പറവാദികൾക്ക് അനുഗ്രഹം എന്നല്ലേ? സസ്യലതാദികൾക്ക് അനുഗ്രഹം എന്നല്ലേ? കരിമ്പാറക്കെട്ടിനുള്ളിൽ ഒളിഞ്ഞു കഴിയുന്ന ചെറുപ്രാണികൾക്ക് മുതൽ കൊടുംവനങ്ങളിൽ ഗർജിച്ചു നടക്കുന്ന വൻ മൃഗങ്ങൾക്ക് വരെ ആമിന ബീവിയുടെ മുത്തുമോൻ അനുഗ്രഹം തന്നെ. വില്ലാളി വീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധീരതയുടെ പര്യായമായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹുവിന്റെ വാളുകളിൽ ഒരു വാളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൈഫും മിൻ സുയൂഫില്ലാഹി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെയും പരിശുദ്ധ ഇസ്ലാമിന്റെ നേർവഴിയിലേക്ക് ചൂണ്ടിക്കാണിച്ചത് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യ പ്രവാഹം കൊണ്ട് തന്നെയല്ലേ സഹോദരങ്ങളെ? ആ മുത്തുനബിയുടെ കാരുണ്യ പ്രവാഹം എന്തെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറു ചരിത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇടുന്നു. ഒരിക്കൽ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയോരത്ത് കൂടി പോവുകയാ. തത്സമയം അതാ ഒരു മാൻപേടയെ ഒരു വേടൻ ബന്ധിച്ചിരിക്കുന്നു. ഇത് കണ്ട റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിമിഷം അവിടെ നിന്നു. ആ സമയത്ത് ആ മാൻപേട അങ്ങ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എന്നെ ഈ വേടൻ ബന്ധിച്ചിരിക്കുകയാണ്. എന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ വളരെ അകലെ പാല് കുടിക്കാൻ വലയുകയാണ് നബിയേ. ഓ ഹബീബേ, അങ്ങൊന്ന് എനിക്ക് വേണ്ടി ജാമ്യം നിന്നാൽ ഞാൻ എന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ടുടൻ തിരികെ വരാം നബിയേ. ഇത് കേട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേടനോടങ്ങ് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദര, താങ്കൾ ഈ മാൻപേടയെ വിട്ടയക്കൂ. അത് അതിന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ടുടൻ തിരികെ വരും. താങ്കൾ അതിനെ ഒന്ന് വിട്ടയക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട വേടന്റെ ചോദ്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ വിട്ടയക്കാം, പക്ഷേ ഈ മാൻപേട തിരികെ വരാത്ത പക്ഷം ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ തലയായിരിക്കും ഞാൻ എടുക്കുക. സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ റഹ്മത്തുൽ ആലമീൻ മൽഹറുൽ തമ്മേ സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എനിക്ക് സമ്മതമാണ്. അങ്ങനെ ആ മാൻപേടയെ വിട്ടു. അത് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ട് നിമിഷങ്ങൾ കഴിഞ്ഞില്ല. ഓടിക്കിതച്ച് റസൂലുള്ളാഹിന്റെ മുൻപിൽ വന്ന് കുനിഞ്ഞു നിന്നു. ഇത് കണ്ട വേടൻ അങ്ങ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ ആ വേടൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എത്ര ചരിത്രങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് പറയുവാനുള്ളത്. ഇല്ല, റസൂലുള്ളാഹിന്റെ കാരുണ്യ പ്രവാഹം ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ മഹ്ശറയിൽ ഇന്ന് 14 കോടിയിലധികം കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യൻ ഒരു ജാൻ മുകളിൽ നിൽക്കുന്ന സമയത്ത് കുറച്ചാളുകളുടെ കാൽപാദം വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ, കുറച്ചാളുകളുടെ കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നു, ചിലരുടെ അര വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ
ചിലരുടെ കഴുത്തു വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും അവരവരുടെ നബിമാരുടെ അടുക്കലേക്ക് ഓടുകയാണ്. പക്ഷേ എല്ലാ നബിമാരും പറയുന്നത് എന്താ? അവരെല്ലാം നഫ്സി 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 നഫ്സിയ. അവരെല്ലാം സ്വന്തം നഫ്സിനെയാണ് വിളിക്കുന്നതെങ്കിൽ ആമിന ബീവിയുടെ മുത്തുമോനെ മൽഹറുൽ തമ്മ സയ്യിദുൽ വജൂദ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം പറയുന്നത് ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ, എന്റെ ഉമ്മത്തെ, എന്റെ ജനതയെ എന്നാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ആ മുത്തുനബിയുടെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ ഹൗലുൽ കൗസർ അല്ലാഹു നമ്മെ കുടിപ്പിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുതായി കാണുന്ന പുത്തൻ പ്രസ്ഥാനക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.